So next നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഡു ഓൾ ആസിഡ്സ് ആൻഡ് ഓൾ ബേസസ് ഹാവ് ഇൻ കോമൺ. അപ്പം എല്ലാ ആസിഡ്സിനും ബേസസിനും കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ അതിന്? അവർക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആസിഡ്സിൻ്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ പഠിച്ചു. സോ വാട്ട് ലീഡ് ടു ദ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരേപോലുള്ള പ്രോപ്പർട്ടീസ് വരാൻ കാരണം? വി സോ ഇൻ ആക്ടിവിറ്റി 2.3 that all acids generate hydrogen gas on reaching with metals, so hydrogen seem to be common to all acids. So നമ്മൾ റിയാക്ഷൻസ് പഠിച്ചു വന്ന സമയത്ത് ആസിഡ്സ് ഈ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അന്നേരം ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ആസിഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, ഇന്ന ആസിഡ് എന്ന് പറയുന്നില്ല. എല്ലാ ആസിഡ്സും പൊതുവേ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. സോ നമുക്കവിടെ മനസ്സിലായി എല്ലാ ആസിഡ്സിനും കോമൺ ആയിട്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ എഗെയിൻ ഒരു ആക്ടിവിറ്റി വഴിയാണിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇയർ ഈസ് എൻ ആക്ടിവിറ്റി, അതിൻ്റെ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ 2.3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻസ് ആണ്, കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഗ്ലൂക്കോസ്, ആൽക്കഹോൾ, പിന്നെ ആസിഡ്സ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഇതിൽ നമ്മളിവിടെ ഒരു 100 ml ബീക്കർ എടുക്കുന്നുണ്ട്. ആ ബീക്കറിനുള്ളിലേക്ക് വയ്ക്കാനായിട്ട് 2 നെയിൽസ്, ആ നെയിൽസ് കോർക്കിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നെയിൽസ് നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്കാക്കി ബാറ്ററിയും സ്വിച്ചും ബൾബും നമ്മളവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഇത്രയും സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ബീക്കറിലേക്ക് ഒഴിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സിമിലർലി നമ്മൾ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യും, ഗ്ലൂക്കോസ്, ആൽക്കഹോൾ, ഇങ്ങനെ മാറി മാറി നമ്മൾ ഈ സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബൾബ് വിൽ സ്റ്റാർട്ട് ഗ്ലോയിങ് ഇൻ ദ കേസ് ഓഫ് ആസിഡ്സ്. അപ്പോൾ നമ്മളിവിടെ ആസിഡ്സ് ആയിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള 2 ആസിഡ്സ് HClഉം H2SO4, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ്. ഈ 2 ആസിഡ്സ് നമ്മൾ അതിൽ ഒഴിക്കുന്ന സമയത്തും അവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് നമുക്ക് ഗ്ലൂക്കോസും ആൽക്കഹോളും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഗ്ലോയിങ് ഓഫ് ബൾബ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദെയർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പം ഒരു ബൾബ് ഗ്ലോ ചെയ്യുക മീൻസ് അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. ആ ഇലക്ട്രിക് കറണ്ടിന് കാരണം എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് അയോൺസ് ആണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവരെയാണ് നമ്മൾ പൊതുവെ അയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫ്ലോ കാരണമാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതിന് മനസ്സിലായി ഗ്ലൂക്കോസും ആൽക്കഹോളും ആസിഡ്സിൻ്റെ കാറ്റഗറി വരുന്നില്ല, വിച്ച് മീൻസ് അവർക്ക് ഈ പറഞ്ഞ അയോൺസ് ഇല്ല. അതേസമയം HCl, H2SO4 പോലുള്ള ആസിഡ്സിൽ അവിടെ പ്ലസ് ആൻഡ് മൈനസ് ചാർജ്ഡ് അയോൺസ് ഉണ്ട്. അവിടെ അവർക്ക് എന്തുണ്ട്? ഈ അയോൺസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ആസിഡ്സ് കണ്ടെയ്ൻ H+ അയോൺസ് ആസ് കാറ്റയോൺ ആൻഡ് ആനയോൺ സച്ച് ആസ് Cl- ഇൻ HCl. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസിഡ്സിൽ കാറ്റയോൺ ഉണ്ട്. കാറ്റയോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആസിഡ്സിൽ കോമൺ ആയിട്ടുള്ള ഒരൊറ്റ കാറ്റയോണേ ഉള്ളൂ, H+ ആണ്. H+, ഹൈഡ്രജൻ്റെ കാറ്റയോൺ ആണ്. പക്ഷേ അവർക്ക് ഡിഫറെൻറ്റ് ആനയോൺ, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏതാണോ ആസിഡ് അതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുക്കുന്നതെങ്കിൽ അവിടെ H+ഉം Cl- ആണ്. ഇനി നൈട്രിക് ആസിഡ് HNO3 ആണെങ്കിൽ അവിടെ NO3- H+ഉം ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡാണ് എടുക്കുന്നതെങ്കിൽ SO4 2- ആണ് അവിടുത്തെ ആനയോൺ. കാറ്റയോൺ ഓഫ് കോഴ്സ് H+ ആണ്. അതുപോലെ CH3COH, അസറ്റിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ H+ പോരാഞ്ഞിട്ട് ആനയോൺ ആയിട്ട് CH3CO- ഉണ്ട്. So since a cation present in acid is H+, this suggests that acids produce hydrogen ion H+ in solution which are responsible for their acidic properties. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ആസിഡിന് ഈ അസിഡിക് പ്രോപ്പർട്ടി കൊടുക്കാൻ കാരണം എന്താണ്? ഈ പറഞ്ഞ പ്രസൻസ് ഓഫ് H+ അയോൺസ് ആണ്. അപ്പോൾ ഈ H+ അയോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആസിഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരുപാട് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഇനി ഈ പറഞ്ഞ ആസിഡിനകത്ത് ഈ പറഞ്ഞ അയോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ബൾബ് ഗ്ലോ ചെയ്തത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.